ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മെട്രോ കയറാൻ പോവാണ് ഗൈസ്, ആദ്യമായിട്ട്. അപ്പം നമ്മളിപ്പോൾ ഖത്തറിലെ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതാണ് ഗൈസ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. പിന്നെ ഇതേ ഗൈസ്, ഹാക്ക് ഡാൻസിൻ്റെ ഭ്രാന്ത് കൂടിപ്പോയി ഗൈസ്. അവിടെ കുറേ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഈ ഒരു മെട്രോൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് അധികം പേർക്ക് അറിയുന്നതാണ്. മെട്രോ കയറിയൊക്കെ എല്ലാം അറിയാം, എന്നാലും അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറയാണ്. മെട്രോയിൽ ഡ്രൈവർ ഇല്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഇല്ല, ഓട്ടോമാറ്റിക്കാണ് മെട്രോ. ഇത് ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ്, പക്ഷെ ഇപ്പോൾ ഡ്രൈവർ ഇല്ല. ഡ്രൈവറിൻ്റെ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് നമുക്കിങ്ങനെ കാണാനൊക്കെ ആയിട്ട് ഒരു ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു ഇരുട്ടായിരുന്നു ആടെ. പിന്നെ ഫുൾ മെട്രോ തുറന്നു ഗൈസ്. മെട്രോ തുറന്നല്ല, മെട്രോൻ്റെ ഡോറാണ് തുറന്നത്. ഇപ്പം നമ്മൾ മെട്രോയിൽ വന്നത് അൽസൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. പിന്നെ ഇവിടെ ഒരു ടിക്കറ്റ് കാർഡുണ്ട്. അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ഡോറ് ഓപ്പണായി വരും. ഇതാണ് ജസ്റ്റ് ടിക്കറ്റ്. പിന്നെ ഞങ്ങളെ കുറച്ച് കോപ്രായങ്ങളാണിത്. പക്ഷെ നടന്നില്ല ഗൈസ്. ഞാൻ തിരിച്ച് നടന്നു. ഇതാണ് ഗൈസ് അൽസൂഖ് വക്കീഫ്. അപ്പോൾ അവിടെ കുറേ ഒട്ടകങ്ങൾ, പ്രാവുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ അതിനെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഉള്ളൊരു ചായക്കടയിൽ കയറിയപ്പോൾ ഒരു പൂച്ചനെ കണ്ട്. പാവം പൂച്ച ഗൈസ്, ഒന്നും ആക്കുന്നില്ല. ഹായ കുറേ തട്ടൊക്കെ നോക്കി. പിന്നെ ഹായ പറഞ്ഞു ചായ വേണ്ട, ജ്യൂസ് മതിയെന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ മാംഗോ ജ്യൂസ് വാങ്ങി. പിന്നെ ഇത് അതിൻ്റെ ഇപ്പറുള്ള ഏതൊരു സ്ഥലമാണ് ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോഴത്തേക്കൊരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മൾ അടുത്തൊരു ലിഫ്റ്റ് കയറിയപ്പോൾ ഹായതേ എലി തുള്ളി കളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഫുള്ള് നല്ല ബീച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. പിന്നെ ഗൈസ് നമ്മൾ ബോട്ടിൽ കയറി. ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ബോട്ടിലത്തെ യാത്രയൊക്കെ ഒന്ന് കാണാം. ഒരു പാട്ടൊക്കെ കിട്ടി.
Ya me está gustando más de lo normal. Todos mis sentidos van pidiendo más. Estoy que tomarlo sin ningún apuro. Tu cuello despacito, deja que te diga cosas al oído, para que te acuerdes si no estás conmigo. Despacito, quiero desnudarte a besos despacito, firma en las paredes de tu laberinto, y hacer de tu cuerpo todo un manuscrito. പിന്നെ ഗൈസ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ സൂക്കത്തെ ബേർഡ്സ് അങ്ങനത്തെ കുറച്ച് എനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എനിമൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ കാറ്റ്, റാബിറ്റ് അങ്ങനത്തെ കാണും. നമ്മളൊരു ആമിനെ കണ്ടു. അതിൻ്റെ പുറത്താണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാത്തിനും കാണാനും. വെറൈറ്റി ആയിട്ടുള്ളൊരു ആമകളായിരുന്നു. വേറെ ഇതെവിടെ ഒറ്റക്ക് കിടക്കുന്നു. പിന്നെ ഫിഷാണിത്. പിന്നെ കാർട്ടൂണിൻ്റെ എല്ലാം ഫിഷിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബൗളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബേർഡ്സ്, ലവ് ബേർഡ്സ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടവേസ് നമ്മൾ വീണ്ടും തിരിച്ച് മെട്രോയിലേക്ക് തന്നെ പോവാണ്. ഇപ്പോഴാണ് ഗൈസ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. ഞാൻ ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് കണ്ടത്. പൈസ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ